ഇന്ത്യയിലെയും വിദേശത്തെയും അതുപോലെ മലയാളത്തിലെയും ഒക്കെ തന്നെ മാധ്യമരംഗത്തെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ആവേശഭരിതനാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ടി വി എന്ന് പറയുന്ന പുതിയൊരു ചാനൽ കൂടി മലയാളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. അവർ തെലുങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു. ആ ചാനൽ മലയാളത്തിലേക്ക് കൂടി വരാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം അനിൽ അയിരൂർ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായിട്ട് ഇവിടെയുള്ള ഒരു പ്രൊജക്റ്റ് അതിനെ സമർപ്പിക്കുകയും ആ പ്രൊജക്റ്റിൽ അവർ വളരെ കൃത്യമായി കൺവിൻസ്ഡ് ആവുകയും ഒക്കെ ചെയ്തതാണ്. കാരണം ഒരു ടി വി ചാനൽ മലയാളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ ഏതാണ്ട് 3-3.5 കോടി രൂപ വരുമെന്നും അതിനുള്ള മാർക്കറ്റ് ഇവിടെ ഒരു 400-500 കോടി രൂപയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി അവർ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല അബദ്ധമായിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ തന്നെ പണി കിട്ടി. അവർ ഇവിടെ എറണാകുളത്ത് തുടങ്ങുമെന്ന് പറഞ്ഞു. അവർ ഉടനെ തന്നെ എല്ലാവരെയും കൂടി ഹൈദരാബാദേക്ക് കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ട് പണിയെടുപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പല വിദണ്ഡമായിട്ടുള്ള പല വിവരം കെട്ട പ്രചരണങ്ങളുമൊക്കെ ഞാൻ കണ്ടു. ഒരടിസ്ഥാനവുമില്ല അതിന്. ഈ ബിഗ് ടി വിയുടെ ഒരു ലോഗോ ലോഞ്ച് നടന്നപ്പോൾ യഥാർത്ഥത്തിൽ ആക്സിഡൻ്റലി ഞാൻ ക്രൗൺ പ്ലാസയിൽ ചെന്നിരുന്നു. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി പോയതല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാമൊക്കെ ഞാനും കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ഞാനും കണ്ടതാണ്. അവർ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പുറംപൂച്ചൊന്നും കാണിച്ചിരുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, നമ്മുടെ ഷൈലോക്ക് സിനിമയുടെയൊക്കെ നിർമ്മാതാവായിട്ടുള്ള ജോബിയൊക്കെ തന്നെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ, യൂടോക്ക് എന്ന് പറഞ്ഞ് ചാനൽ തുടങ്ങിയപ്പോൾ അവർ ഇന്ത്യ മുഴുവൻ തന്നെ ഹോർഡിംഗ് ഒക്കെ വെച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ സാറും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വേണു ബാലകൃഷ്ണനും ഒക്കെ ചേർന്നാണ് ആ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇനിയാണ് മാറ്റം എന്നൊക്കെ പറഞ്ഞ് കേരളം മുഴുവൻ വലിയ ഹോർഡിംഗ് ഒക്കെ വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൂടാതെ ആ ചാനലിൻ്റെ ഉദ്ഘാടനം പോലും നിർവഹിച്ചത് മമ്മൂട്ടിയാണ്. അതുകൂടാതെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് വന്നത് ശശി തരൂരാണ്. പക്ഷേ ബിഗ് ടി വി അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം അവരുടെ ചെയർമാനും അതുപോലെ അനിൽ അയിരൂർ, ഇവിടുത്തെ MD ആയിട്ടുള്ള അനിൽ അയിരൂരും മറ്റ് വേണു ബാലകൃഷ്ണനും സുജയ പാർവതിയും ഒക്കെ നിന്നുകൊണ്ടാണ്, വിജയകുമാറും ഒക്കെ നിന്നുകൊണ്ടാണ് ആ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ അത് വളരെ ലളിതമായി നടന്നിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അങ്ങനെ ചടങ്ങായി പോകുന്നു. കൂടാതെ അനിൽ അയിരൂർ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ TRP റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുന്നില്ല, ഒന്നാമതാകാനൊന്നും മത്സരിക്കുന്നില്ല, പകരം ആളുകൾക്ക് വളരെ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറയാറുള്ളൂ. അതിപ്പോൾ ഏറ്റവും ആദ്യം ഈ കേരളത്തിൽ വലിയൊരു ഗുണം ഇവരെ കൊണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ആദ്യം 24 ന്യൂസ് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ആദ്യം പ്രവർത്തകർക്ക് ശമ്പളമൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ റിപ്പോർട്ടർ വന്നപ്പോൾ അത് കുറച്ചും കൂടി കൂടി. പിന്നെ അതിനുശേഷം നമുക്കറിയാം ബിഗ് ടി വി വന്നപ്പോൾ വലിയ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഡിമാൻഡ് വലുതായിട്ട് കൂടി. ഒരു ഫേസ് വാല്യൂ ഉള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം തന്നെ, അവർ വലിയ ഗംഭീരമായിട്ടുള്ള മാധ്യമപ്രവർത്തകരാണോ ഇല്ല എന്നൊക്കെ ഉള്ള ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ ശമ്പളം കിട്ടാൻ തുടങ്ങി. അങ്ങനെ സുജയ്ക്ക് 10 ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്നു എന്നൊക്കെ പറയുന്ന വലിയ ഹൈപ്പും പ്രചാരണവും ഒക്കെ ആദ്യമേ തന്നെ കിട്ടി. അപ്പോൾ പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങളിലെ ആളുകൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ വലിയ തോതിലുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തുകയും ശമ്പളം കൂട്ടുകയൊക്കെ ചെയ്തു. പിടിച്ചു വച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ പേ റിവിഷനൊക്കെ തന്നെ കൂട്ടുകയൊക്കെ ചെയ്യുന്ന രീതികളുണ്ടായി. അതിപ്പോൾ ചില അറിയാവുന്ന ചാനലുകളിലാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഹൈപ്പ് ആദ്യമേ തന്നെ കിട്ടി എന്നുള്ളതൊരു വാസ്തവമാണ്. ഇങ്ങനെ ഹൈപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലും അതുപോലെ ആൻഡോ ഗസ്റ്റോ ഒന്നും വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവർ വെറുതെ ഇരിക്കേണ്ടതുമല്ല. അവർ ഒരു ദിവസം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, 100ഓളം വരുന്ന ചാനൽ മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ടേഴ്സിനെ എടുത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ വലിയ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യവുമൊക്കെ അവരൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു. കൂടാതെ മാധു സജിയെ മാതൃഭൂമി ന്യൂസിൽ നിന്നും ഇങ്ങോട്ട് വലിച്ചു എടുക്കുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ എത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു, സുജയ്ക്ക് പകരം. അങ്ങനെ അവരും മേക്കപ്പ് ചെയ്ത് വരികയാണ്. അപ്പോഴാണ് ബിഗ് ടി വി എന്തായിരിക്കുമെന്ന് പറയുന്ന ഒരു ആകാംക്ഷയും പ്രതീക്ഷയോടൊക്കെ നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടിക്കുന്നൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ബിഗ് ടി വിയുടെ പുതിയ ഫേസ്ബുക്ക് പേജ് വന്നു. ആ ഫേസ്ബുക്ക് പേജ് വന്ന ഉടനെ തന്നെ അതെടുത്തു നോക്കുമ്പോൾ കാണുന്നത് 1.4 മില്യൺ ഫോളോവേഴ്സാണ്. അതായത് 14 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സാണ്. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്ന, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനലിലുള്ളത് 3.9 മില്യണാണ്. എന്ന് പറഞ്ഞാൽ 39 ലക്ഷമേ ഉള്ളൂ. ഏഷ്യാനെറ്റിലുള്ളത് 6.9 മില്യണാണ്. എന്ന് പറഞ്ഞാൽ അവർ നമുക്കറിയാമല്ലോ, വർഷങ്ങളായി ഉള്ള കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചാനലുകളിലൊന്നാണ്. അതുകൊണ്ട് 6.9 മില്യണാണ്. പക്ഷേ ജനം ടി വിക്കുള്ളത് വെറും 1.8 മില്യണാണ്. എന്ന് പറഞ്ഞാൽ 18 ലക്ഷത്തോളം ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ബിഗ് ടി വിയുടെ ഈ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് 1.4 മില്യൺ, 14 ലക്ഷത്തോളം ആളുകൾ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ ചാനൽ പോലും ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വലിയ ഉയരത്തിലേക്ക് എത്തിയേക്കണം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് കൃത്യമായി നോക്കുമ്പോഴാണ് നമ്മൾ അടുത്തൊരു കാര്യം കാണുന്നത്. അത് കഥാസസ് എന്ന് പറയുന്ന ഒരു പേജ് ഇങ്ങോട്ട് മേടിച്ചേക്കണയാണ്.
ആ പേജ് മേടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പേജ് ഒരു സാധാരണ പേജല്ല, അത് ഈ ആളുകളുടെ ഇടയ്ക്കുള്ള ഹോട്ടായിട്ടുള്ള ഈ സ്ത്രീകളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇടുന്നിട്ടുള്ള ഒരു പേജാണ്. ആ പേജ് അവർ മേടിക്കുകയും അത് കഥാർസിസ് തന്നെയാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ, അതായത് അതിലെ ഫോട്ടോകളൊക്കെ പോസ്റ്റ് ഈ ഇവരുടെ ബിഗ് ടി വിയുടെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫോട്ടോകളൊക്കെ തന്നെ മാറ്റാതിരിക്കുകയും ഈ കഥാർസിസ് എന്ന് പറയുന്ന പേര് തന്നെ അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വിചിത്രമായിട്ടുള്ള രീതികളാണ് കണ്ടത്. എനിക്ക് അനിൽ ഈ അയിരൂരിനോടൊക്കെ പറയാനുള്ളത്, അത്രയൊന്നും നമ്മൾ വേഗത കാട്ടേണ്ട ആവശ്യമില്ല. നാച്ചുറലി തന്നെ ഗ്രോ ചെയ്യാൻ കഴിയുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിപ്പോൾ വേണു ബാലകൃഷ്ണനാണെങ്കിലും മറ്റ് ലക്ഷ്മി പത്മയാണെങ്കിലും മറ്റ് നിരവധി മാധ്യമ പ്രവർത്തകരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനതയെ കൃത്യമായിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള പണിയൊന്നും ചെയ്യേണ്ടതില്ല, ഇത്രയും തിരക്കും കൂട്ടേണ്ടതില്ല. ഇനി അഥവാ നിങ്ങൾ മേടിക്കുന്നതിനും തെറ്റില്ല. വേറൊരാളുടെ ഫേസ്ബുക്ക് പേജ്, അതായത് 1.4 മില്യണുള്ള ഫേസ്ബുക്ക് പേജ് മേടിക്കുന്നതൊക്കെ ഈ ബിസിനസ് രംഗത്ത് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ചെയ്യുമ്പോൾ അത് കുറേ കൂടി വൃത്തിയായും കൃത്യമായിട്ടും ഒക്കെ ചെയ്യണം. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അതിനും അപ്പുറമുള്ള വിമർശനങ്ങളെയൊന്നും വലിയ ഗൗരവത്തിലെടുക്കേണ്ടതില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും 2 പോസ്റ്റുകൾ കൂടി വന്നിരുന്നു. ഒന്ന് ജോയ് താമലം എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ പോസ്റ്റാണ്. ആ പോസ്റ്റിലാണ് അദ്ദേഹം ഇതെല്ലാം വളരെ വിശദമായി കാണിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് വളരെ മോശപ്പെട്ട പരിപാടിയായി പോയി എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ ജനം ടി വിയിൽ അനിൽ നമ്പ്യാർ കൂടി വന്നിരുന്നു. കാരണം അനിൽ നമ്പ്യാർ തീർച്ചയായിട്ടും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് പണിയെടുത്തിട്ടും ജനം ടി വിക്കുള്ളത് 1.8 മില്യൺ ആണ്, അതായത് 18 ലക്ഷമാണ്. ഇത് ചാനൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ 14 ലക്ഷമായി എന്ന് പറഞ്ഞപ്പോൾ അനിൽ നമ്പ്യാരൊക്കെ ഞെട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇത്തരത്തിലുള്ള ഞെട്ടിക്കലുകളല്ല ബിഗ് ടി വി ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വാർത്തകളിലൂടെയും പ്രസൻറ്റേഷനിലൂടെയും തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ ഞെട്ടിക്കലാണ് എന്നുള്ളതാണ് എനിക്ക് ബിഗ് ടി വിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാനുള്ളത്.